ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാൻ സാധാരണ രീതിയിൽ ഉണ്ടാക്കാറുള്ള മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ കുറച്ചായി കുക്ക് ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ മേയറിൻ്റെ നല്ല അടിപൊളി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് മൈക്ക് എടുത്തിട്ടുള്ളതാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. സോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ 3 ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ടൈം എടുത്ത് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം ഈ ഒരു പാകമാകുമ്പോഴേക്കും പച്ചമുളക് കീറിയതും കറി ലീവ്സും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഓരോ ടേബിൾ സ്പൂണും കൂടി ചേർക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബാക്കി ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഈ ഒരു സവാള ഇന്ത്യൻ സവാള അല്ലാത്തത് കൊണ്ടിട്ട് ഗോൾഡൻ കളറിലേക്ക് ആവില്ല കേട്ടോ മസാല ചേർക്കുന്നതിന് മുന്നേ തന്നെ. കാരണം സാധാരണ നമ്മുടെ ഇന്ത്യൻ സവാളയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഗോൾഡൻ കളറിൽ വരും. സോ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മധുരമൊന്നും ഇല്ലാതെ കുറച്ചും കൂടി ആ ഒരു ചെറിയ ഗോൾഡനൊക്കെ ആവുന്ന സമയത്ത് മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു പിഞ്ച് മാത്രം സിന്നമൺ പൗഡറാണ് കേട്ടോ. നമ്മുടെ പട്ട പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. ഇത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഓവർ ആവേണ്ട, എന്നാലും റോസ്റ്റ് ആകുമ്പോൾ കുറച്ച് മസാല ഉള്ളത് തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. ഇത് ഞാൻ അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു റോസ്റ്റ് വേണം. ഇനി നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കണം. അപ്പോൾ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് എണ്ണ ഒട്ടുമില്ലെങ്കിൽ കരിഞ്ഞൊരു ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ടിട്ട് 2 ഡ്രോപ്പ് ഓയിൽ ഞാനതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി റോസ്റ്റാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്താണ് ആ റോസ്റ്റിൻ്റെ ഫുള്ളായിട്ടുള്ള ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുക. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് മെയിനായിട്ടുള്ള മുട്ട സാധാരണ വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇച്ചുക്കുട്ടിക്ക് വേണ്ടിയിട്ട് മധുരക്കിഴങ്ങ് പുഴുങ്ങുന്നുണ്ട് അവൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മുട്ടയും കൂടി ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്കതും ചേർത്ത് കൊടുക്കണം. ഇത് സെറ്റായി വരുമ്പോഴേക്കും ഇനി നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർക്കാം. ഇനി തക്കാളി ഒന്ന് വഴറ്റാം. തക്കാളി ഒത്തിരി വഴറ്റി ഞാൻ സമയം കളയാറില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി സെറ്റായി കഴിയുമ്പോൾ അത് അടച്ചു വയ്ക്കുമ്പോൾ നന്നായിട്ടങ്ങ് അലിഞ്ഞ് വന്നോളുമല്ലോ. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒത്തിരി ഇളക്കി നിൽക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഈ ഒരു മസാലയായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ചേർന്ന് കിട്ടണം. അപ്പോഴാണ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ ഒരല്പം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം ആവാനായിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വയ്ക്കണം. കാരണം ഇപ്പോൾ അതിൻ്റെ എണ്ണ തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ മീനിനൊക്കെ എണ്ണ തെളിഞ്ഞു വരില്ലേ, മീൻ കറി ഉണ്ടാക്കുമ്പോൾ അതുപോലെ തെളിഞ്ഞു വരും. അപ്പോൾ നല്ല അടിപൊളി റോസ്റ്റ് ആയിട്ടുണ്ടാവും. കളറും ചേഞ്ച് ആവും കേട്ടോ. കണ്ടോ, ഇപ്പോൾ നല്ല പോലെ അതിൻ്റെ എണ്ണ തെളിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മുട്ട പുഴുങ്ങിയത് എടുത്തിട്ട് ആ ഒരു അറ്റം ഭാഗമില്ലേ അവിടെ ഇങ്ങനെ ഫ്ലവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ക്രോസ് പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലേ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചേർത്ത് എടുത്തിട്ടുള്ളത്. കാരണം ഫ്ലെയിം ഉള്ള സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ കട്ടിയായിട്ട് മാറും കേട്ടോ. നമ്മുടെ മുട്ട നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിങ്ങനെ ചേർത്തിട്ട് നന്നായിട്ട് മസാല വെച്ച് മൂടി വയ്ക്കുക. ഒരു 15 മിനിറ്റ്സ് ഇങ്ങനെ മൂടി വച്ചേക്കുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു 15 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെയാണ് മസാലയൊക്കെ, ഈ ഗ്രേവിയുടെ മസാലയൊക്കെ നമ്മുടെ മുട്ടയിലേക്കും കൂടി പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ മുട്ടയ്ക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈക്രോവേവ് ഒരു അവനാണ്. മൈക്രോവേവ് അവനിൽ വെക്കാവുന്ന ഒരു പാത്രമാണ്, ഒരു ബൗളാണ്. അതിലേക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള റോസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ റോസ്റ്റിൻ്റെ കളറൊക്കെ മാറി നല്ല ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമുണ്ട് സിന്നമൺ പൗഡർ ചേർത്തത് കൊണ്ടിട്ട്. എന്നിട്ട് നമുക്കിതിങ്ങനെ സെർവ് ചെയ്യാം. ആവശ്യമുള്ള സമയത്ത്
ചൂടാക്കി എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ അവനിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഹീറ്റ് ചെയ്താൽ മതിയല്ലോ. ഈ ഒരു അവനിൽ വെക്കാവുന്ന പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ തന്നെ അപ്പത്തിൻ്റെ കൂടെ ഈ ഒരു റോസ്റ്റ് കഴിക്കാൻ പോവാണ്. തീർച്ചയായിട്ടും നിങ്ങളും ഉണ്ടാക്കി നോക്കുക. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ റോസ്റ്റ് ഉണ്ടാക്കാറുള്ളത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ഡിയർ, സീ യു.